നമസ്കാരം. അപ്പൊ നമുക്ക് പല ആൾക്കാർക്കും ദിവസേന തൈര് കുടിച്ചാൽ തൈരിന്റെ ജനറൽ ആയിട്ടുള്ള ഗുണങ്ങൾ അറിയാം. സ്പെസിഫിക് ആയിട്ടുള്ള ഗുണങ്ങൾ നമ്മൾ പല ആൾക്കാർക്കും അറിയത്തില്ല. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നതും തൈരിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഏത് തൈര് നമ്മൾ കഴിക്കണം, തൈരാണോ മോരാണോ യോഗർട്ട് ആണോ, ഇതിന്റെ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ആർക്കൊക്കെ നമ്മൾ തൈര് കഴിച്ചുകൂടാ, പുളിച്ച തൈരാണോ പുളിക്കാത്ത തൈരാണോ ഏറ്റവും നല്ലത്. അപ്പൊ ഞാൻ ഇന്ന് ഇതിനെപ്പറ്റി എല്ലാം വളരെയധികം വിശദമായിട്ട് ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവേത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. കാരണം ഒരുപാടധികം ആൾക്കാർക്ക് യോഗർട്ട് കഴിക്കണോ, തൈര് കഴിക്കണോ, മോര് കഴിക്കണോ, കൊളസ്ട്രോൾ ഉള്ളവർക്ക്, ഒബീസിറ്റി ഉള്ളവർക്ക് ഇത് കഴിക്കാൻ പറ്റുമോ എന്നൊന്നും അറിഞ്ഞുകൂടാത്ത കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. മാക്സിമം ആളുകളുടെ അറിവിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പൊ ഈ തൈര് എന്ന് പറയുന്നത് വൈറ്റമിൻസിന്റെ മിനറൽസിന്റെ ഒരു കലവറ തന്നെയാണ്. സോഡിയം, പൊട്ടാഷ്യം, മെഗ്നീഷ്യം, കാൽസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ B12, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, സിങ്ക്, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കലവറ തന്നെയാണ് നമ്മുടെ തൈര് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ തൈരിന്റെ ഉപയോഗത്തിനെ പറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തൈര് നമ്മുടെ ടീത്ത്, നമ്മുടെ പല്ലിനും അതുപോലെ തന്നെ നമ്മുടെ എല്ലിനും വളരെയധികം ശക്തി ഉണ്ടാക്കുന്നു. അപ്പോ ഈ പോസ്റ്റ് മെനോപോസൽ വിമൺ, അതായത് ആർത്തവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ എല്ല് പൊടിയാനായിട്ടും ഫ്രാക്ചർ വരാനായിട്ടുള്ള റിസ്ക് വളരെയധികം കൂടുതലാണ്. അപ്പൊ ഈ സ്ത്രീകൾ തൈര് എല്ലാ ദിവസവും കഴിക്കുന്നത് അവരുടെ എല്ലിനും പല്ലിനും ഒക്കെ വളരെയധികം ശക്തി നൽകുന്നതായിരിക്കും. എല്ലാ പ്രായക്കാരും എല്ലാ ആൾക്കാരും ഒരു കപ്പ് തൈര് എന്നും കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. കാരണം എല്ലിനും പല്ലിനും വളരെയധികം ശക്തി ചെയ്യാനായിട്ട് തൈര് വളരെയധികം സഹായിക്കുന്നുണ്ട്. മറ്റൊരു കാര്യമാണ്, നമ്മുടെ തൈര് എന്ന് പറയുന്നത് വളരെ വളരെ നല്ലൊരു പ്രോബയോട്ടിക് ആണ്. പ്രോബയോട്ടിക് എന്ന് വെച്ചാൽ എന്താണ്? പ്രോബയോട്ടിക് എന്ന് പറയുമ്പോൾ ഈ പ്രോബയോട്ടിക് ഫുഡ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വയറിന്റെ അകത്ത്, നമുക്ക് എല്ലാ ആൾക്കാർക്കും അറിയാം, നമ്മുടെ വയറിന്റെ അകത്ത് ഒരുപാടധികം ബാക്ടീരിയാസ് ഉണ്ട്. വയറിന്റെ അകത്ത് വളരെയധികം നല്ല ബാക്ടീരിയാസ് ഉണ്ട്, ചീത്ത ബാക്ടീരിയാസും ഉണ്ട്. അപ്പൊ ഈ നല്ല ബാക്ടീരിയാസ് ചീത്ത ബാക്ടീരിയാസിനെ കൊല്ലും. അതായത് നമുക്കിപ്പോ എന്തെങ്കിലും വയറിളക്കം വല്ലതും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏതെങ്കിലും പുറത്തുനിന്ന് ഒരു ബാക്ടീരിയ കാരണമായിരിക്കും നമുക്ക് വയറിളക്കം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ തൈര് കുടിക്കുന്നത് വഴി നമ്മുടെ വയറിന്റെ അകത്തുള്ള നല്ല ബാക്ടീരിയ കൂട്ടാനായിട്ട് പറ്റും. അപ്പൊ ഈ നല്ല ബാക്ടീരിയ കൂടുമ്പോൾ എന്ത് ചെയ്യും? നല്ല ബാക്ടീരിയ ചീത്ത ബാക്ടീരിയയെ കൊല്ലും. അപ്പൊ വയറിളക്കത്തിനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മരുന്നാണ് തന്നെയാണ് ഈ തൈര് എന്ന് പറയുന്നത്. മാത്രമല്ല നമുക്ക് ഈ ഒരു നല്ല ബാക്ടീരിയ വയറിന്റെ അകത്ത് കൂട്ടുന്നത് വഴി നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് വളരെയധികം നല്ലൊരു സോഴ്സ് ആണ് നമ്മുടെ തൈര് എന്ന് പറയുന്നത്. അടുത്ത് നമ്മുടെ തൈര് കഴിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിട്ട് ദഹന പ്രക്രിയ നടക്കാനായിട്ട് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ മലബന്ധമുള്ള ആൾക്കാർക്ക് വളരെയധികം നല്ലതാണ്. മലബന്ധം കുറയ്ക്കാനും ഈ തൈര് വളരെയധികം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ തൈരിന്റെ അകത്ത് ലാക്ടോബാസിലസ് എന്ന് പറഞ്ഞ ബാക്ടീരിയ ഉണ്ട്. അപ്പൊ ഈ ലാക്ടോബാസിലസ് ലാക്ടിക് ആസിഡ് ഉണ്ടാക്കും. ഈ ലാക്ടിക് ആസിഡ് നമ്മുടെ ചർമ്മത്തിന് വളരെയധികം നല്ലതാണ്. നമ്മുടെ സ്കിൻ വ്രിങ്കിൾസ് മാറാനും സ്കിൻ ടൈറ്റനിങ്ങിനും അതുപോലെ തന്നെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആവാനും ഒക്കെ തൈര് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. മാത്രമല്ല നമുക്കറിയാം നമ്മുടെ ഈ ഫേസ് പാക്കുകളിൽ, ഫേസ് മാസ്കുകളിലെല്ലാം തൈര് വളരെയധികം നല്ലതാണ്. അതാണ് നമ്മൾ എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ഫേസ് മാസ്കുകളിലും ഫേസ് പാക്കുകളിലെല്ലാം നമ്മൾ തൈര് ചേർക്കുന്നത്. കാരണം സ്കിൻ ബ്രൈറ്റനിങ്ങിനും സ്കിൻ ലൈറ്റനിങ്ങിനും ഒക്കെ വളരെയധികം നല്ലൊരു ഇൻഗ്രീഡിയന്റ് തന്നെയാണ് ഈ തൈര് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമ്മുടെ ഉയർന്ന ബ്ലഡ് പ്രഷർ ഉള്ള ആൾക്കാർക്ക് അവർക്കും വളരെയധികം നല്ലതാണ് ഈ തൈര് എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ മസിലിന്റെ ഹെൽത്തിനും വളരെയധികം നല്ലതാണ് ഈ തൈര്. അടുത്തതായിട്ട് നമ്മുടെ തൈരിന് നമ്മുടെ വളരെയധികം ഡ്രൈ ആയിട്ടുള്ള സ്കിൻ, അതായത് നല്ല പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന ചർമ്മം, വളരെയധികം പരുക്കൻ ചർമ്മം, ഇതിനെ വളരെയധികം വെറ്റാക്കാനായിട്ട് സഹായിക്കും. ഒരു ഓയിലി ടെക്സ്ചർ തരാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെയാണ് തൈര് വളരെ നല്ലൊരു മോയ്സ്ചറൈസർ കൂടിയാണ്. അടുത്ത തൈരിന്റെ ഒരു യൂസ് ആണ്, തൈര് നമ്മുടെ വെജൈനൽ ഇൻഫെക്ഷൻസ് നിന്ന് നമ്മുടെ തൈരിന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്ത്രീകൾ തൈര് കുടിക്കുന്നത് വഴി അവർക്ക് UTI, റെക്കറന്റ് ആയിട്ട് വരുന്ന യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ റെക്കറന്റ് ആയിട്ട് വരുന്ന വെജൈനൽ ഇൻഫെക്ഷൻസും അവർക്ക് വളരെയധികം നല്ല രീതിയിൽ തടഞ്ഞു നിർത്താനായിട്ട് സഹായിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമുക്ക് ദേഷ്യം വരുമ്പോഴോ നമ്മൾ സ്ട്രെസ് അടിക്കുമ്പോഴോ നമ്മുടെ ബോഡിയിൽ നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ്, അഡ്രിനാൾ എന്ന് പറഞ്ഞ ഗ്രന്ഥി, ഇത് നമ്മുടെ ഒരുപാട് തരത്തിലുള്ള കോർട്ടിസോൾ നമ്മുടെ ബോഡിയിലേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കോർട്ടിസോൾ നമ്മുടെ ബോഡിയിൽ കൂടുമ്പോൾ എന്ത് ചെയ്യും? കോർട്ടിസോൾ ഒരുപാടധികം ദോഷം, കോർട്ടിസോൾ ആണ് ഏറ്റവും കൂടുതൽ നമ്മളെ ഏജിങ് ഉണ്ടാക്കുന്നതും അതുപോലെ ഒരുപാടധികം അസുഖങ്ങൾക്ക് കാരണമാകുന്നത് ഈ കോർട്ടിസോൾ തന്നെയാണ്. അപ്പൊ നമ്മുടെ ഈ തൈര് എന്ന് പറയുന്ന ഒരു വിഭവം കോർട്ടിസോൾ അടിഞ്ഞുകൂടുന്നത് അല്ലെങ്കിൽ കോർട്ടിസോളിന്റെ ഡെപ്പോസിഷനെ തടയുന്നു. കോർട്ടിസോളിന്റെ ഡെപ്പോസിഷൻ തടയുന്നത് വഴി നമുക്ക് ഈ കോർട്ടിസോളിൽ നിന്ന് വളരെയധികം നല്ലൊരു മുക്തി നേടാൻ പറ്റുന്നു. അതായത് നമുക്ക് പൊണ്ണത്തടി, സ്കിൻ വ്രിങ്കിളിങ്, ചുളുങ്ങി പോകുന്നത്, സ്കിന്ന് പനലായി പോകുന്നത്, ഇതിനെയൊക്കെ വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു കോർട്ടിസോൾ ഡെപ്പോസിഷൻ പ്രിവെന്റ് ചെയ്യുന്നത് സഹായിക്കും. ഇതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വിഭവം തന്നെയാണ് ഈ തൈര്.
അപ്പൊ എല്ലാ ആൾക്കാരും ചോദിക്കും എത്ര അളവിൽ നമ്മുടെ ഈ തൈര് കഴിക്കണം എന്നുള്ളത്. അപ്പൊ നമുക്ക് എല്ലാ ആൾക്കാർക്കും ഒരു 1/2 കപ്പ് മുതൽ 1 കപ്പ് തൈര് വരെ കഴിക്കാവുന്നതാണ്. 200 to 250 ഗ്രാം തൈര് വരെ നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും തൈര് കഴിച്ചാലും എന്താഹാരം കഴിച്ചാലും മോഡറേഷൻ ഇസ് ദ കീ. അമിതമായാല് അമൃതും വിഷമാണ്. അപ്പൊ അമിതമായിട്ട് കഴിക്കാതിരിക്കുക, മിതമായിട്ട് 200 മുതൽ 250 ഗ്രാം, അതായത് 1/2 ഗ്ലാസ് മുതൽ 1 ഗ്ലാസ് വരെ നമുക്ക് തൈര് കുടിക്കാവുന്നതാണ്. പിന്നെ എല്ലാ ആൾക്കാരും ചോദിക്കാന്നുള്ള ഒരു കാര്യമാണ്, പുളിച്ച തൈരും പുളിക്കാത്ത തൈരും ഏത് കഴിക്കാം, എന്താണ് നല്ലത്? ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് പുളിക്കാത്ത തൈര് തന്നെയാണ്. പുളിച്ച തൈര് അസിഡിറ്റി കൂട്ടും, അതുപോലെ തന്നെ നെഞ്ചരിച്ചിലൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ലത് പുളിക്കാത്ത തൈരാണ് ഏറ്റവും നല്ലത്. പുളിച്ച തൈര് ഉപയോഗിക്കാം ഈ അസിഡിറ്റിയോ ഈ ഹാർട്ട് ബേൺ, ദാറ്റ് ഈസ് നമ്മുടെ ഈ നെഞ്ചരിച്ചിലോ ഇല്ലാത്ത ആൾക്കാർക്ക് പുളിച്ച തൈര് ഉപയോഗിക്കാം. പക്ഷെ ഏറ്റവും പ്രിഫറബിൾ, ഏറ്റവും നല്ലത് പുളിക്കാത്ത തൈര് തന്നെയാണ്. ഇനി എല്ലാ ആൾക്കാരും ചോദിക്കാറുണ്ട്, തൈരും മോരും അല്ലെങ്കിൽ തൈരും ബട്ടർ മിൽക്ക് എന്ന് പറഞ്ഞാൽ മോര്, ഇതിന് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒരുപാടധികം ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പൊ തൈര് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാടധികം കട്ടിയായിരിക്കും തൈര്. പക്ഷേ നമ്മുടെ ഈ മോര് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് എന്ന് പറയുമ്പോൾ വളരെയധികം ലൂസ് ആയിരിക്കും. അത് ഒരുപാടധികം പ്രാവശ്യം നമ്മുടെ തൈരിനെ ഡൈല്യൂട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും. അപ്പോ തൈര് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് കൊളസ്ട്രോളിന്റെ കണ്ടന്റ് വളരെയധികം കൂടുതലായിരിക്കും. പക്ഷെ മോരിന്റെ അകത്ത് കൊളസ്ട്രോൾ കണ്ടന്റ് വളരെയധികം കുറവായിരിക്കും. അപ്പൊ കൊളസ്ട്രോൾ പേഷ്യൻസിനും അല്ലെങ്കിൽ പൊണ്ണത്തടിയുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ നല്ലത് തന്നെയാണ് നമ്മുടെ മോരാണ്. തൈരിനേക്കാളും നല്ലത് മോരാണ്. ഇനി കലോറീസ് വളരെയധികം കൂടുതൽ നമ്മുടെ തൈരിനാണ്, മോരിന്റെ കലോറീസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക്, അത്ലറ്റ്സിന്, ഒരുപാടധികം വ്യായാമം ചെയ്യുന്ന ആൾക്കാർക്ക്, ഒരുപാടധികം ശക്തിയേറിയ പണികൾ ചെയ്യുന്ന ആൾക്കാർക്ക്, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ തൈര് തന്നെയാണ്. പക്ഷെ സെഡൻഡറി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, എപ്പോഴും ഇരുന്ന് മാത്രം ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും നല്ലത് മോര് തന്നെയാണ്. കാരണം അതിൻ്റെ അകത്ത് കലോറി ഭയങ്കര കുറവാണ്, കൊളസ്ട്രോൾ കണ്ടന്റ് വളരെയധികം കുറവാണ് ഈ നമ്മുടെ മോരിന്റെ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഡൈജഷൻ അഥവാ ദഹനത്തിന് പ്രശ്നമായിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലതെന്ന് പറയുമ്പോൾ നമ്മുടെ മോര് തന്നെയാണ്. തൈര് എന്ന് പറയുമ്പോൾ ദഹിപ്പിക്കാനായിട്ട് കുറച്ചധികം സമയം എടുക്കും. അതുകൊണ്ട് തൈരിനേക്കാൾ ഏറ്റവും നല്ലത് മോര് തന്നെയാണ് ദഹനത്തിന് പ്രശ്നമുള്ള ആൾക്കാർ. അതുപോലെ തന്നെ നമ്മുടെ ആമാശയത്തിനും, അതുപോലെ തന്നെ നമ്മുടെ കരളിന്, ദാറ്റ് ഇസ് ലിവറിന്, നമ്മുടെ പാൻക്രിയാസിനെല്ലാം പ്രശ്നമുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലത് നമ്മുടെ മോര് തന്നെയാണ്. തൈരിനേക്കാൾ ഏറ്റവും കൂടുതൽ നല്ലതാണ് മോര്. അടുത്ത് ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് കണ്ട ഒരു റീൽസിലൊക്കെ എപ്പോഴും ഇടയ്ക്ക് വരാറുള്ള ഒരു കാര്യമായിരുന്നു, നമുക്ക് രാത്രി നമ്മൾ തൈര് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിഡ്നി പ്രശ്നം ഉണ്ടാവും, നമുക്ക് ഹാർട്ടിന് പ്രശ്നം ഉണ്ടാവും. ഇത് വളരെയധികം തെറ്റായിട്ടുള്ള ഒരു പ്രചരണം തന്നെയാണ്. അങ്ങനെ ഒന്നുമില്ല, ഇതൊക്കെ വളരെയധികം മിത്താണ്, നിങ്ങൾ ഇതൊന്നും വിശ്വസിക്കരുത്. പിന്നെ രാത്രി നമ്മൾ തൈര് കുടിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു തൈരിന് കൊളസ്ട്രോൾ കണ്ടന്റ് വളരെയധികം കൂടുതലായതുകൊണ്ട് തന്നെ രാത്രി നമ്മൾ തൈര് കുടിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഇച്ചിരി കൂടാൻ, കൊളസ്ട്രോളിന്റെ ലെവൽ നമ്മുടെ ശരീരത്തിൽ കൂടാനായിട്ടുള്ള കുറച്ചധികം ചാൻസ് ഉണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. അല്ല നമുക്ക് ഏത് സമയം വേണോ നമുക്ക് തൈരോ മോരോ എന്ത് വേണോ നമുക്ക് കഴിക്കാവുന്നതാണ്. നമുക്ക് അതിന് പ്രത്യേകിച്ച് ഇന്ന സമയം ഒന്നുമില്ല. പ്രിഫറബിളി നിങ്ങൾ രാത്രി തൈര് കുറയ്ക്കുക അല്ലെങ്കിൽ കുടിക്കാതിരിക്കാൻ നോക്കുക. കാരണം കൊളസ്ട്രോൾ ലെവൽ കുറച്ചൊന്നും കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ആരൊക്കെയാണ് നമ്മുടെ തൈര്, മോര്, യോഗർട്ട് ഒക്കെ ഒഴിവാക്കേണ്ടത്? അപ്പൊ പുളിച്ച തൈര് അസിഡിറ്റി ഉള്ള ആൾക്കാരും അതുപോലെ നെഞ്ചരിച്ചിലുള്ള ആൾക്കാരും പുളിച്ച തൈര് കഴിക്കാതിരിക്കുക. തണുത്ത തൈര്, ജലദോഷം വരുന്ന ആൾക്കാർക്ക്, ചുമ വരുന്ന ആൾക്കാർക്കൊന്നും ഈ തണുത്ത തൈര് കഴിക്കാതിരിക്കുക. പിന്നെ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാല് കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ എന്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വയറിന് ബ്ലോട്ടിങ്ങും, വയറിളക്കവും, വയറുവേദനയും ഇതൊക്കെ വരുന്ന ആൾക്കാരാണ് ഈ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്ന ആൾക്കാർ. അപ്പൊ ഈ ലാക്ടോസ് ഇൻടോളറൻസ് ആയിട്ടുള്ള ആൾക്കാര് തൈരോ മോരോ യോഗർട്ടോ എന്ത് കഴിച്ചാലും അവർക്ക് പ്രശ്നം വരും. അങ്ങനെയുള്ള ആൾക്കാർ ദയവേത് തൈര് ഒഴിവാക്കേണ്ടതാണ്, അല്ലെങ്കിൽ തൈരും യോഗർട്ടും മോരും എല്ലാം ഒഴിവാക്കേണ്ടതാണ്. ഇനി അടുത്ത എല്ലാ ആൾക്കാരും ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു ഡൗട്ടാണ്, തൈരും യോഗർട്ടും, കേർഡും യോഗർട്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അപ്പൊ നമുക്ക് എല്ലാ ആൾക്കാർക്കും അറിയാം, തൈര് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ തലേ ദിവസം നമ്മൾ ഉറയൊഴിച്ച് വെക്കുമ്പോൾ ലാക്ടോബാസിലസ് വളരുകയും നമ്മുടെ തൈരിന്റെ അകത്തുള്ള കെസീൻ എന്ന് പറഞ്ഞ പ്രോട്ടീനിനെ ഈ ലാക്ടോബാസിലസ് ഡീഗ്രേഡ് ചെയ്ത് അതിനെ പൊട്ടിച്ച് ലാക്ടിക് ആസിഡ് ആയിട്ട് മാറ്റുകയും ചെയ്യുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ തൈര് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫെർമെന്റേഷൻ പ്രോസസ്സിലാണ് നമ്മുടെ തൈര് ഉണ്ടായി വരുന്നത്. ഇനി യോഗർട്ട് എന്ന് പറയുമ്പോൾ, ഞാൻ പറഞ്ഞു തൈര് എന്ന് പറയുമ്പോൾ ഒരു നാച്ചുറൽ പ്രോസസ് ആണ്. യോഗർട്ട് എന്ന് പറയുമ്പോൾ കൺട്രോൾഡ് ഫെർമെന്റേഷൻ എന്നാണ് ഇതിനെ പറയുന്നത്. കൺട്രോൾഡ് ഫെർമെന്റേഷൻ ആണ്. ഇതൊരു മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്, നാച്ചുറൽ പ്രോസസ് അല്ല. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ സ്ട്രെപ്റ്റോകോക്കസ് ബൾഗാരിസ് എന്ന് പറഞ്ഞ ബാക്ടീരിയയും അതുപോലെ തന്നെ ലാക്ടോബാസിലസിന്റെ പർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ചധികം പർട്ടിക്കുലർ സ്പെസിഫിക് സ്ട്രെയിൻസ് ഓഫ് ലാക്ടോബാസിലസിനെയും നമ്മൾ എടുത്തിട്ട് ഇതാണ് അവിടെ നമ്മുടെ ഫെർമെന്റേഷൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കൺട്രോൾഡ് ഫെർമെന്റേഷൻ, ആവശ്യമുള്ള ബാക്ടീരിയസിനെ മാത്രമാണ് നമ്മൾ യോഗർട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ സെയിം പ്രോസസ് ആണ്. കെസീന് ഈ സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസും ഈ പർട്ടിക്കുലർ സ്ട്രെയിൻസ് ഓഫ് ലാക്ടോബാസിലസും വന്നിട്ട് ഇതിനെ പൊട്ടിച്ച് ലാക്ടോബാസിലസ് ബൾഗാരിസ് എന്നൊക്കെ പറയും. അപ്പൊ ഈ ലാക്ടോബാസിലസ് ബൾഗാരിസ്, സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസും ഈ കെസീൻ പ്രോട്ടീൻ അവിടെ ഡീഗ്രേഡ് ചെയ്തിട്ട് അത് വീണ്ടും നമുക്ക് എന്ത് തരുന്നു? ലാക്ടിക് ആസിഡ് ഉണ്ടാക്കുന്നു.
അപ്പൊ തൈര് എന്ന് പറയുമ്പോൾ കൺട്രോൾഡ് ആയിട്ടുള്ള ഫെർമെന്റേഷൻ അല്ല, അൺകൺട്രോൾഡ് ഫെർമെന്റേഷൻ ആണ്. കൺട്രോൾഡ് ഫെർമെന്റേഷൻ ആണ് യോഗർട്ടിൽ അതായത് നമ്മൾ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയസ് മാത്രമേ യോഗർട്ടിൽ കാണത്തുള്ളൂ. ഇപ്പൊ തൈര് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ലൂസ് ആയിരിക്കും, പക്ഷെ യോഗർട്ട് കുറച്ചുകൂടെ തിക്ക് ആയിരിക്കും. മാത്രമല്ല തൈര് എന്ന് പറയുമ്പോൾ കുറേയും കൂടി പുളിപ്പ് കാണും. പക്ഷെ യോഗർട്ട് എന്ന് പറയുമ്പോൾ അത്രയും പുളിപ്പൊന്നും കാണത്തില്ല. അപ്പൊ ഈ പുളിപ്പ് കാണാത്തതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇത് നല്ലതെന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർട്ട് ബേൺ, അതായത് നമ്മുടെ നെഞ്ചരിച്ചിലുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ അസിഡിറ്റി ഉള്ള ആൾക്കാർക്കുമാണ് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പൊ ഈ യോഗർട്ട് അപ്പൊ എപ്പോഴും നമുക്ക് ഈ ഹാർട്ട് ബേൺ ഉള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ അസിഡിറ്റി പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കും വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള, അവർക്ക് വളരെയധികം സേഫ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ യോഗർട്ട് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഈ തൈരിനെ പറ്റിയും യോഗർട്ടിനെ പറ്റിയും മോരിനെ പറ്റിയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുക. ഇത് ഒരുപാട് ആൾക്കാരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ എല്ലാ ദിവസവും ഓരോ മെഡിക്കൽ ടോപ്പിക്സിനെ പറ്റി വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാ ആൾക്കാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കുക. ഇത് ഒരുപാടധികം ആൾക്കാർക്ക് വളരെയധികം ഉപയോഗമുള്ള ഒരു വീഡിയോ തന്നെ ആയിരിക്കും. അതുകൊണ്ട് മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യും. സോ ദിസ് ഇസ് പ്രണവ് പി നായർ സൈനിങ് ഓഫ്. ബൈ ബൈ.